യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. മിശിഹായിലേക്ക് സ്നേഹം നിറഞ്ഞവരെ, ക്ഷമ ഇസ്രായേലിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കേൾക്കുന്ന വചനം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പതിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ബോധ്യങ്ങൾ നൽകട്ടെ. പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആവശ്യത്തിന് മാനസാന്തരം നൽകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇന്ന് സുവിശേഷത്തിലൂടെ അതുപോലെ ദൈവവചനത്തിലൂടെ നമ്മൾ ശ്രവിക്കാൻ പോകുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 13 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കും. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അനന്തരം അവനോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവനവരോട് പറഞ്ഞു. ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവെ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷ, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നത് ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വയ്ക്കുന്നവരും. പ്രിയമുള്ളവരെ, ഈശോ ഉപമയിലൂടെ സംസാരിക്കുന്നതും നൽകുന്ന നിർദ്ദേശവും വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാം. ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു പ്രത്യേക കാര്യവുമായിട്ട് കടന്നു വന്നു. മറ്റൊന്നുമല്ല, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ അടുത്തേക്ക് വരുന്നത് ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യവുമായിട്ടല്ല. യേശുവിൻ്റെ അടുത്തേക്ക് വന്നത് പാപമോചനം നേടാനല്ല, രോഗസൗഖ്യം നേടാനുമല്ല. യേശുവിൻ്റെ അടുക്കലേക്ക് വന്നത് ഏതെങ്കിലും പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടാനുമല്ല. യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു വ്യക്തി കടന്നു വന്നത് പിതൃസ്വത്ത് പങ്കുവയ്ക്കാനായിട്ട് തൻ്റെ സഹോദരനോട് ആവശ്യപ്പെടാനുള്ള നിർദ്ദേശവുമായിട്ടാണ് ഈശോയുടെ അടുത്തേക്ക് വരുന്നത്. പ്രിയപ്പെട്ടവരെ, വളരെ രസകരമായ ഒരു സംഭവമാണിത്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒത്തിരിയേറെ നടമാടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇന്നത്തെ ഈ സുവിശേഷത്തിൽ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈശോ എന്താ പറഞ്ഞത്? ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? ഇതിനകത്ത് വലിയ അർത്ഥമുണ്ട്. കാരണം യേശുവിനെ നിയമിച്ചിരിക്കുന്നത് പിതാവായ ദൈവമാണ്. എന്തിനാണ് നിയമിച്ചിരിക്കുന്നതെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ പോയി
ആരുടെ പാപങ്ങൾ ക്ഷമിച്ചാലും ക്ഷമിക്കപ്പെട്ടിരിക്കും, ബന്ധിച്ചാലും ബന്ധിക്കപ്പെട്ടിരിക്കും. എൻ്റെ പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു, പോയി നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുവിൻ. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു, നിങ്ങൾ പിശാചുകളെ ബഹിഷ്കരിക്കുവിൻ, നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുവിൻ, നിങ്ങൾ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർ സുഖം പ്രാപിക്കും. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈശോയെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ഈ ഒരു ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. നിൻ്റെ ആത്മാവിനെ രക്ഷിക്കുവാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഭൗതികമായ കാര്യങ്ങൾ അതിനുവേണ്ടി സഹായിക്കുന്ന ഘടകങ്ങൾ മാത്രമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഭൗതിക ആവശ്യം നിർവഹിക്കാതെ മുന്നോട്ട് പോയാൽ ആ ഭൗതിക ആവശ്യങ്ങൾ അതിൽ തട്ടി ഒരുപക്ഷെ നിൻ്റെ ആത്മാവ് നശിച്ചു പോകുമെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് അതിനകത്ത് ഇടപെടും. പക്ഷേ ഇവിടെ വിഷയം ഇതാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. പിന്നെയോ എൻ്റെ പിതൃസ്വത്ത് ഭാഗം വയ്ക്കാൻ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? അപ്പൻ ഒരുപക്ഷെ ഭാഗോടമ്പടിയോ അല്ലെങ്കിൽ വിൽപത്രോ അല്ലെങ്കിൽ വാക്കാൽ പറഞ്ഞോ ഒക്കെ അപ്പം മരിച്ചു പോയിട്ടുണ്ടാവും. ഇനി അപ്പൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നും നമുക്കറിയില്ല. എന്തായാലും അപ്പൻ്റെ സ്വത്ത് മക്കൾക്ക് 2 പേർക്കായിട്ട് വീതിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷേ ഈ പറയുന്ന യേശുവിൻ്റെ അടുത്തേക്ക് വന്ന ആൾ ശരിക്കും അന്യായക്കാരനാണ്, അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവില്ല. സഹോദരൻ്റെ സ്വത്ത് കിട്ടേണ്ടതാണ്, മറ്റവൻ കൈവശം വെച്ചിരിക്കുന്നതാണ്, മറ്റേ സഹോദരൻ കൈവശം വെച്ചിരിക്കുന്നു. അപ്പോൾ ആ കൈവശം വെച്ചിരിക്കുന്ന സ്വത്ത് കിട്ടാൻ വേണ്ടി കർത്താവിൻ്റെ അടുത്ത് രോഗികളും കുഷ്ഠരോഗികളും രോഗസൗഖ്യം ലഭിക്കുന്നവരും പാപികളും പൈശാചിക ബന്ധനമുള്ളവരും ഒക്കെ ഇടിച്ച് വലിയ തിക്കും തിരക്കും ഉണ്ടാക്കി നിൽക്കുമ്പോൾ ഇവനിങ്ങനെ കഷ്ടപ്പെട്ട് നിന്ന് ഒരുപക്ഷെ യേശുവിൻ്റെ അടുത്തേക്ക് വന്നത് അവൻ്റെ സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനെക്കുറിച്ച് പറയാനാണ്. പക്ഷേ അവൻ നിരാശനായിട്ട് തിരിച്ചു പോകും. ഞാൻ ബൈബിളിൽ പ്രിയപ്പെട്ടവരെ നിരാശനായിട്ട് തിരിച്ചു പോകുന്ന പല വ്യക്തികൾ അധികം പേരൊന്നുമില്ല. യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് നിരാശനായിട്ട് പോകുന്ന അധികം പേരൊന്നുമില്ല. എന്നാൽ നിരാശനായിട്ട് പോയ ആളിൽ ഒരാളിതാണ്. എന്താണ്? യേശുവിൻ്റെ അടുക്കലേക്ക് അവൻ വന്നത് അവൻ്റെ ആവശ്യം ന്യായമായ ആവശ്യമല്ല, അവൻ്റെ ആവശ്യം ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട ആവശ്യമല്ല. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ഇത്തരം ആവശ്യമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വരാനായിട്ട് കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. സ്വത്ത് ഭാഗം വയ്ക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ അത് ഈ ഭൂമിയിലെ കാര്യമാണ്. ഈ ഭൂമിയിൽ ജനിച്ച് വീഴുന്ന സമയം മുതൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ആസക്തി. അതായത് ഈ ലോകത്തോടുള്ള ആസക്തി, ഈ ലോകത്തിലെ വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള ആഗ്രഹം. അത് കുഞ്ഞുനാളിൽ തൊട്ട് നമ്മൾ കാണാൻ പറ്റും. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു കളിപ്പാട്ടം കൊടുത്തിട്ട് അതൊന്ന് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ കരയുന്ന ആ കുഞ്ഞ് മുതൽ ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് കയറി വരികയാണ്. ഈ ലോകത്തിലെ പല കാര്യങ്ങളും എനിക്ക് പിടിച്ചു വെക്കണം, സ്വന്തമാക്കണം. അങ്ങനെ സ്വന്തമാക്കി പല ജീവിതത്തിൽ പല കാര്യങ്ങളും സ്വന്തമാക്കി ഇതൊക്കെ എൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞു വെച്ച് അവസാനം അതെല്ലാം നഷ്ടപ്പെടുത്തി ഒന്നുമില്ലാതെ മറ്റാരെങ്കിലും പുതപ്പിക്കുന്ന ഉടുതുണി മാത്രം, അതും അവരുടെ ആ മറ്റ് പുതപ്പിക്കുന്ന വ്യക്തിയുടെ ആ വ്യക്തിയുടെ ഒരു ആഗ്രഹമനുസരിച്ച് അല്ലെങ്കിൽ ആ വ്യക്തി നൽകുന്നത് മാത്രം സ്വീകരിച്ച് അവർ വാരിയിടുന്ന ഒരു പൂഴിമണ്ണും സ്വീകരിച്ച് കടന്നു പോകുന്ന മനുഷ്യൻ്റെ പ്രിയപ്പെട്ടവർ ഏറ്റവും ദയനീയമായ മുഖം നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നീ വന്നത് നിസാരനായിട്ട്, ഒന്നുമില്ലാത്തവനായി. ജോബ് പറയുന്നത് പോലെ അമ്മയുടെ ഉദരത്തിൽ നിന്നും ഞാൻ നഗ്നനായിട്ട് വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങും. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ഒരു സത്യം മനസ്സിലാക്കണം. അതിനിടയിൽ ഈ സമ്പത്തിൻ്റെ കാര്യം, അതുപോലെ തന്നെ പിതൃസ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യം, എത്രയോ കുടുംബങ്ങളിൽ ഈ നശ്വരമായ സ്വത്തിന് വേണ്ടി എത്രയോ പിടിവലികൾ നടക്കുന്നു. പ്രിയപ്പെട്ടവർ, നമ്മുടെ മുമ്പിൽ ഈ സമ്പത്തിൻ്റെ സ്വത്ത് തർക്കത്തിൻ്റെയൊക്കെ പേരിൽ യേശു അതിനകത്ത് ഇടപെടില്ല എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുക. കാരണം അത് വളരെ വലിയ ഉദാഹരണം ബൈബിളിൽ കിടപ്പുണ്ട്. ആ ഉദാഹരണം മാത്രമാണ് ഇതിനുള്ള ഉത്തരം. എന്താ ഉത്തരം? അബ്രാഹത്തിൻ്റെ മകനാണ്, അബ്രാഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ടവനാണ് യേശു. അതുകൊണ്ട് അബ്രാഹം എന്ന് പറയുന്ന വിശ്വാസികളുടെ പിതാവ് ചെയ്ത വലിയ പ്രവൃത്തികളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഗണിക്കപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ് അബ്രാഹവും ലോത്തും സഹോദരങ്ങൾ തമ്മിലുണ്ടായ വിഷയത്തിൽ, സ്വത്ത് തർക്കത്തിൻ്റെ പേരിലുണ്ടായ വിഷയത്തിൽ. അതിൻ്റെ പേരിൽ പല വിഷയങ്ങളും ഉണ്ടായപ്പോൾ അബ്രാഹം ലോത്തിനോട് പറയുന്ന കാര്യം, ലോത്തിനോട് പറയാണ്, സഹോദര, നീ ഈ കാണുന്ന സ്വത്തൊക്കെ കണ്ടില്ലേ, നീ ഇതിനകത്ത് നീ ആ ഭാഗം എടുത്താൽ ഞാൻ ഈ ഭാഗം എടുത്തോളാം, നീ എടുക്കുന്നതിൻ്റെ ബാക്കി എനിക്ക് മതി, നീ നിനക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തു. നമുക്ക് കാണാൻ പറ്റും ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണ്, ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്തിരുന്ന മണ്ണ് ലോത്ത് കൈവശപ്പെടുത്തി. പക്ഷേ അബ്രാഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ, ലോത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട്, ലോത്ത് സ്വന്തമാക്കിയത് അത് അനുഗ്രഹമായിരുന്നില്ല, ലോത്തിന് അത് ശാപമായിട്ട് മാറി. അത് അബ്രാഹം സന്തോഷത്തോടെ കൊടുത്തതാണ്.
അബ്രാഹം സന്തോഷത്തോടെ കൊടുത്തു. അബ്രാഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അബ്രാഹം ഈ ലോത്ത് ഇങ്ങനെ പിടിച്ചു മേടിച്ചുകൊണ്ട് പോയത് ഓർത്തിട്ട് അബ്രാഹം ഒരിക്കലും കരഞ്ഞിട്ടില്ല, അബ്രാഹം വിലപിച്ചിട്ടില്ല. അബ്രാഹത്തിന് ബാക്കി കിട്ടിയത് വെറും മരുഭൂമിയാണ്, ഒന്നുമില്ലാത്ത സ്ഥലം. എന്നാൽ അബ്രാഹം ദൈവത്തോട് ചേർന്ന് അധ്വാനിച്ച് അത് ഫലഭൂയിഷ്ടമായിട്ട് മണ്ണായിട്ട് മാറി. പിന്നീട് ലോത്ത് തിരിച്ചു വരേണ്ടി വന്നത് അതിന് ഏതാനും ഭാഗത്തേക്കാണ്. പിന്നീട് തിരിച്ചു, പക്ഷേ ലോത്തിന് കൈവശം കിട്ടിയത് അവന് നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇങ്ങനൊരു ഉദാഹരണം മുമ്പിൽ നിൽപ്പുണ്ട്. നീയും നിൻ്റെ സഹോദരനുമായിട്ടുള്ള സ്വത്ത് തർക്കത്തിൽ നീ എന്താ ചെയ്യേണ്ടത്? നീ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ദൈവത്തിൻ്റെ നിയമം അംഗീകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, സഹോദരനുള്ളത് അവനോട് എടുക്കാൻ പറയുക, ബാക്കിയുള്ളത് മതി. നിനക്ക് ഉള്ള സ്ഥലത്ത് നിനക്കുള്ള സമ്പത്ത് നീ അത് മാത്രം കൈവശം വെച്ചാൽ നിൻ്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ ദൈവമുണ്ടാകും. തീർച്ചയായും അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കൂടെ ദൈവമുണ്ടാകും. ദൈവം നിനക്കാവശ്യമായത് തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്വത്തും ഈ സ്ഥലവും ഈ അളന്നു വെച്ചിരിക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അതായത് ഇത്ര മീറ്റർ, ഇത്ര ഏക്കർ, ഇത്ര സെൻറ്റ്, ഈ സെൻറ്റും സ്ഥലവും ഒക്കെ മനുഷ്യനുണ്ടാക്കിയ കണക്കാണ്. ദൈവത്തിൻ്റെ സ്വന്തം ഭൂമിയിൽ മനുഷ്യനുണ്ടാക്കിയ അളവുകൾ, ആ അളവുകൾക്കനുസരിച്ച് അളന്ന് തിരിച്ച് വെച്ചിരിക്കുമ്പോൾ, ആ സ്ഥലം അങ്ങനെ സ്വന്തമാക്കുമ്പോൾ, അത് സ്വാർത്ഥതയുടെ പേരിൽ കൈവശം വയ്ക്കുമ്പോൾ അത് അവകാശമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അനുഗ്രഹമായി മാറില്ല എന്ന് അങ്ങനെ കൈവശം വെച്ചിരിക്കുന്നവരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈശോ നൽകുന്ന വലിയ നിർദ്ദേശം സന്തോഷത്തോടെ സ്വീകരിക്കുക. ആരാണ് നിങ്ങളുടെ സ്വത്ത് ഭാഗം വെക്കുന്നതിൽ എന്നെ നിയമിച്ചിരിക്കുന്നത്? എന്നെ നിയമിച്ചിരിക്കുന്നത് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് സ്വത്ത് തർക്കം നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ ജീവിതങ്ങളിലുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ട രീതി ഈ വചനത്തിലൂടെ മനസ്സിലാക്കണം. അതുമായിട്ട് മുന്നോട്ട് പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു കാര്യം ഈശോ നമ്മൾ വീണ്ടും പഠിപ്പിക്കുകയാണ്. അനന്തരം ഈശോ ഒരു ശക്തമായ ഒരു നിർദ്ദേശം നമുക്ക് നൽകുകയാണ്. വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം ഈ നിർദ്ദേശം. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ ശക്തമായ നിർദ്ദേശം. നമ്മൾ ബൈബിളിൽ വചനം വായിക്കുമ്പോൾ പഠിക്കുന്നില്ലേ, ബൈബിളിൽ ദൈവവചനത്തിനകത്ത് പ്രബോധനമുണ്ട്, ദൈവവചനത്തിനകത്ത് ഉപദേശങ്ങളുണ്ട്, ദൈവവചനത്തിനകത്ത് നിർദ്ദേശങ്ങളുണ്ട്, ശാസനയുണ്ട്, തെറ്റിതിരുത്തലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവപുത്രനായ ഈശോ ശക്തമായ ഒരു നിർദ്ദേശം നമുക്ക് തരികയാണ്. അതിപ്രകാരമാണ്, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ജാഗരൂകരായിരിക്കുക. എന്തിനെക്കുറിച്ച് പറയുമ്പോഴാണ്? ഭൂമിയിലെ സമ്പത്തിനെക്കുറിച്ച് പറയുമ്പോൾ, സ്ഥലം വീതം വെക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ, അതുപോലെ തന്നെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ, സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ, ഈ ഭൂമിയിലെ സമ്പത്തിനെക്കുറിച്ച് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാണയത്തെക്കുറിച്ച് പറയുമ്പോൾ, സീസണിനുള്ള സീസണും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കാൻ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് ഈ ലോകത്തിലെ സമ്പത്തെക്കുറിച്ച്, ഈ ലോകത്തിലെ ശമ്പളത്തെക്കുറിച്ച്, ഈ ലോകം നൽകുന്ന സ്ഥലത്തെക്കുറിച്ച്, കെട്ടിടത്തെക്കുറിച്ച്, കാറിനെക്കുറിച്ച്, വാഹനത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, ജാഗരൂകരായിരിക്കുവിൻ. ബി കെയർഫുൾ, ജാഗരൂകരായിരിക്കുവിൻ. എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുക. എന്താണ് ജാഗരൂകരാകേണ്ടത്? അത്യാഗ്രഹം പാടില്ല. അതായത് നിനക്ക് ദൈവം തരുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുക, ദൈവത്തിന് നന്ദി പറയുക. അത്യാഗ്രഹം അപകടമാണ്. എത്രയോ പേരുടെ ജീവിതത്തിൽ തകർച്ച കടന്നു വരാൻ കാരണം പലപ്പോഴും പ്രിയപ്പെട്ടവരെ, ആളുകൾ പ്രാർത്ഥിക്കാനൊക്കെ വരുമ്പോൾ കാണാറുണ്ട് അത്യാഗ്രഹം. അതായത് 10 സെൻറ്റ് സ്ഥലത്ത് മനോഹരമായൊരു വീട്, താമസിക്കുവാനുള്ള വീട് വയ്ക്കണം. ആ വീട് വയ്ക്കുന്നതിന് പകരം അതിനേക്കാൾ വലിയ ആഘോഷമായിട്ട് മറ്റാരെയോ കാണിക്കാൻ എന്ന വിധം വലിയ കെട്ടിടങ്ങൾ, ആഡംബരങ്ങൾ, സൗകര്യങ്ങൾ ഒക്കെ ചെയ്തിട്ട് അത്യാഗ്രഹം അവസാന കടബാധ്യതയുടെ നടുവിൽ, ഇന്ന് കടക്കണിയുടെ നടുവിൽ തകർന്ന് വീഴാൻ മുന്നോട്ട് നിവൃത്തിയില്ലാതെ, ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന കുടുംബങ്ങൾ, എത്രയോ കുടുംബങ്ങളുണ്ട്. അത്യാഗ്രഹം കൊണ്ട് ചില ബിസിനസ്സുകൾ, നന്നായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ്സുകൾ, ആ ബിസിനസ്സിൽ നിന്നും അത്യാഗ്രഹം കൂടുതൽ സമ്പാദിക്കണം, കൂടുതൽ കൂട്ടിവയ്ക്കണം. ആർക്ക് വേണ്ടി? ഇന്ന് തകർന്ന് തരിപ്പണമായി കടബാധ്യതയുടെ നടുവിൽ നിൽക്കുന്ന ബിസിനസ്സുകാരുണ്ട്, കൃഷിക്കാരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്നു, ദൈവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ജാഗരൂകരായിരിക്കുവിൻ. എന്തിനെക്കുറിച്ചാണ്? അത്യാഗ്രഹം. എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുക, ജാഗരൂകരായിരിക്കുക, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുക. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഇത് പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവപുത്രനായ ഈശോ. മനുഷ്യൻ്റെ ജീവിതം ധന്യമാകുന്നത് അത് സമ്പത്ത് കൊണ്ടല്ലെന്ന്. നീ വലിയ വ്യക്തിയാണോ ചെറിയ വ്യക്തിയാണോ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ സമ്പത്തല്ല. ഒരു മനുഷ്യൻ അളക്കുന്നത് സമ്പത്ത് വെച്ചിട്ടായിരിക്കും, പക്ഷേ ദൈവം അളക്കുന്നത് സമ്പത്ത് നോക്കിയിട്ടല്ല. അതുകൊണ്ട് മനുഷ്യജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല. എത്രയോ വലിയ സമ്പന്നന്മാർ മരിച്ച് മണ്ണോട് മണ്ണായി തീർന്നു. ആരെങ്കിലും ഓർത്തിരിപ്പുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എത്രയോ വലിയ പദവിയിലിരുന്നവർ മരിച്ച് മണ്ണായി പോയി.
ആരെങ്കിലും ഓർത്തിരിക്കുന്നോ? അതുകൊണ്ട് മനുഷ്യജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല, നീ നേടിയെടുത്തിരിക്കുന്ന കഴിവ് കൊണ്ടോ, നീ നേടിയെടുത്തിരിക്കുന്ന സമ്പത്ത് കൊണ്ടോ അല്ല നീ ധന്യനായി മാറുന്നത്. ഒരുപക്ഷെ മരിച്ചടക്കുന്ന സമയത്ത് വലിയ ആഘോഷമായിട്ട് പാട്ടും ബാൻഡ്മേളവും ഒക്കെ നടത്തി ആഘോഷമായ മൃതസംസ്കാര ശുശ്രൂഷ നടത്താൻ പറ്റുമായിരിക്കും. ഒരുപക്ഷെ മരിച്ചടക്കിന് ശേഷം 40ാമത്തെ ദിവസം ആഘോഷമായ സദ്യ വിളിച്ചു കൊടുക്കാൻ പറ്റുമായിരിക്കും. അതിനപ്പുറത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരൊന്നുമില്ല. മരിച്ച് നമ്മളെല്ലാവരും ചേരുന്നത് ഈ മണ്ണിലേക്ക് തന്നെയാണ്, ഈ ഒരേ മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ചേരുന്നത്. നമ്മുടെ ആത്മാവിനെ ഒരേ സ്ഥലങ്ങളിലേക്ക്, സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടേണ്ടവരാണ്. അതുകൊണ്ട് കിട്ടാൻ പോകുന്ന പ്രതിഫലം നീ സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ഒന്ന് തന്നെയാണ്. നിൻ്റെ ശരീരത്തിന് കിട്ടാൻ പോകുന്ന പ്രതിഫലവും നിൻ്റെ ആത്മാവിന് കിട്ടാൻ പോകുന്ന പ്രതിഫലം ഒന്ന് തന്നെയാണ്. ശരീരം മണ്ണിലേക്ക് മടങ്ങും, ആത്മാവ് നീ എന്തിനു വേണ്ടി ചെയ്തോ അങ്ങോട്ട് മടങ്ങും. അതുകൊണ്ടാണ് ഈശോ ഒരു ഉപമ പറയുന്നത്, ഒരു സമ്പന്നൻ, നല്ലൊരു സമ്പന്നൻ, അവൻ കട്ടുപിടിച്ചിട്ടില്ല, ആരുടെയും കൈക്കൂലി മേടിച്ചിട്ടില്ല, കള്ളത്തരം കാണിച്ചിട്ടില്ല, അവൻ സമ്പത്തുണ്ടാക്കിയത് അധ്വാനിച്ച് കൂടുതൽ വിളവ് കിട്ടിയപ്പോൾ വലിയൊരു അറപ്പര ഉണ്ടാക്കി അതിനകത്ത് മുഴുവൻ ശേഖരിച്ച് വെച്ചിട്ട് അവൻ പറയാണ്, ഇനി ഞാൻ തിന്നു കുടിച്ച് സന്തോഷിക്കും, എനിക്ക് ആരെയും പേടിക്കുന്ന കാര്യമില്ല, അടുത്ത തലമുറയ്ക്കും അത് കഴിഞ്ഞ് വരുന്ന തലമുറയ്ക്കും വേണ്ടുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് എന്ന് ഈ മനുഷ്യൻ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കർത്താവ് ചോദിക്കുന്നു, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ ഞാൻ തിരികെ ചോദിച്ചാൽ നീ എന്ത് ചെയ്യും? അതിൻ്റെ അർത്ഥം എന്താ? നീ ഭൂമിയിൽ സമ്പത്തൊക്കെ കരുതി വെച്ചിട്ടുണ്ട്, നീ ഭൂമിയിൽ വലിയ അറപ്പുരയൊക്കെ പണിതിട്ടുണ്ട്, നീ ഭൂമിയിൽ വലിയ കെട്ടിടം പണിതിട്ടുണ്ട്, നീ ഭൂമിയിൽ വലിയ കാറിലാണ് നടക്കുന്നത്, നീ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ നേടി വെച്ചിട്ടുണ്ട്. പക്ഷേ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമില്ലല്ലോ. നിൻ്റെ ആത്മാവിന് വസിക്കാൻ നിത്യമായ ആലയം നീ സൂക്ഷിച്ചിട്ടില്ലല്ലോ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നിത്യമായ ആലയം കിട്ടാൻ ഒന്ന് ദൈവവുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരിക്കണം. ഇനി ദൈവമായിട്ട് ബന്ധമുണ്ടായാൽ മാത്രം പോരാ, നിന്റെ സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരിക്കണം. നീ അറപ്പുര ശേഖരിക്കുന്ന സമയത്ത് ഈ ശേഖരിച്ച് വെക്കുന്നത് കൂടാതെ നീ ശേഖരിക്കുന്നത് നിൻ്റെ അറപ്പുര വലുതാക്കുന്നതിന് പകരം നീ ചെയ്യേണ്ടിയിരുന്നത്, നിനക്ക് ലഭിക്കുന്നതിൻ്റെ ഒരു വിഹിതം, പാവപ്പെട്ട എത്രയോ പേരുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, നീ അറപ്പുര ശേഖരിക്കുന്നതിന് പകരം അവിടെ ശേഖരിച്ചിരുന്നെങ്കിൽ, അവരുടെ ഭവനങ്ങളിൽ ശേഖരിച്ചിരുന്നെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ ആരുടേതാകും? നീ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ നിനക്ക്. ഈ ഒരു സംഭവത്തിൽ ഈ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറയുമ്പോൾ, ഈ ഭോഷനായ ധനികനെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ കുടുംബത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. അതായത് ഇനി കുടുംബം ഉണ്ടെങ്കിൽ തന്നെ ആരുടേതാകും? നീ നിൻ്റെ സ്വന്തം കഴിവ് കൊണ്ട്, നിൻ്റെ പദവി കൊണ്ട്, നിൻ്റെ പത്രാസ് കൊണ്ട് നീ നേടിയെടുത്ത് വെച്ചത് അടുത്തതാരാ? നിൻ്റെ മക്കളായിരിക്കും കൈകാര്യം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിൻ്റെ കുടുംബമായിരിക്കും കൈകാര്യം ചെയ്യാൻ പോകുന്നത്. നിനക്ക് സ്വന്തമായിട്ടില്ല, നഷ്ടം നിനക്കാണ്. കാരണം നിനക്ക് നിക്ഷേപിക്കേണ്ടിടത്ത് നിക്ഷേപമില്ലാത്തത് കൊണ്ട്, സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമില്ലാത്തത് കൊണ്ട്, നീ ഭൂമി പണിത് വെച്ചതൊക്കെ വലുതായതുകൊണ്ട് നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമില്ല. അതുകൊണ്ട് നിൻ്റെ ആത്മാവ് എവിടെ പോകും? പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ നിരത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണം നല്ലതാണ്, സമ്പത്ത് നല്ലതാണ്, അത്യാവശ്യത്തിന് പണം നമുക്ക് ആവശ്യമുണ്ട്. ആവശ്യത്തിനുമല്ല, അത്യാവശ്യത്തിന്. എന്നാൽ പണത്തിൽ പതിയിരിക്കുന്ന അപകടം നമ്മൾ മനസ്സിലാക്കണം. പണത്തിനുള്ളിൽ അപകടം പതിയിരിപ്പുണ്ട്, സമ്പത്തിനുള്ളിൽ അപകടം പതിയിരിപ്പുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ബി കെയർഫുൾ, കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. സാധാരണ വന്യമൃഗങ്ങളുടെ അടുത്തുകൂടെ പോകുമ്പോൾ, പാമ്പിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ, അപകടമുള്ള ഏതെങ്കിലും മേഖലയിലൂടെ പോകുമ്പോൾ നമ്മൾ കാണാറില്ലേ ബോർഡ്, ഡേഞ്ചർ. സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ ഈശോ സമ്പത്തിനെക്കുറിച്ച് പറയുകയാണ്, ഡേഞ്ചർ, അപകടമുണ്ട്, സൂക്ഷിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്തിൻ്റെ അപകടക്കെണിയിൽ വീഴാതെ സമ്പത്ത് കൈവശം വെച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് സ്വർഗത്തിലെ നിക്ഷേപം കണ്ടെത്തുവാൻ, പണത്തിൽ പതിയിരിക്കുന്ന അപകടം മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നടക്കുവാൻ, അത്യാഗ്രഹമില്ലാത്തവരായി ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ആമേൻ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവവചനത്തിലൂടെ ശ്രദ്ധിച്ചു, ഈ ലോകവും ലോകവസ്തുക്കളും കടന്നു പോകുന്നതാണ്. അനശ്വരമായ സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി അധ്വാനിക്കേണ്ടത്. ഈ ഭൂമിയിൽ നീ കരുതി വയ്ക്കുന്നതൊക്കെ കീടവും തുരുമ്പും എടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്
എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ആത്മാവിനുള്ള ശുശ്രൂഷയാണ്. പ്രാർത്ഥന, വചനം ശ്രവിക്കുന്നത് ജീവിതത്തെ മാറ്റം വരുത്തേണ്ട ശുശ്രൂഷയാണ്. നമുക്ക് തീരുമാനങ്ങളെടുക്കാം, നല്ല തീരുമാനങ്ങളെടുക്കാം. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വ്യക്തികൾ സഹോദരങ്ങളുമായിട്ട് രമ്യതപ്പെടാൻ പറ്റാത്തവരുണ്ടെങ്കിൽ, സഹോദരങ്ങളുമായിട്ട് സമ്പത്തിൻ്റെ പേരിൽ തർക്കിക്കുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എളിമപ്പെട്ട് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. കോടതിയും കേസും വ്യവഹാരങ്ങളുമായി നാട് ചുറ്റിലും നടക്കുന്ന വ്യക്തികൾ ഇപ്പോൾ അവരുടെ മനസ്സലിയട്ടെ, അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകട്ടെ. മറ്റുള്ളവർ കേസ് കൊടുത്തിരിക്കുന്നതിൻ്റെ പേരിൽ സാമ്പത്തിക മേഖലയിൽ സഹോദരങ്ങൾ, അതാരുമായിക്കൊള്ളട്ടെ, സ്വന്തം സഹോദരനോ അതല്ലെങ്കിൽ മനുഷ്യരായി പിറന്നത് കൊണ്ട് സഹോദരങ്ങളായി തീർന്നവരോ ഒക്കെ ആയിക്കോട്ടെ, അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ, വഴിയുടെ പേരിൽ, ഈ ലോകത്ത് ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ഏതെങ്കിലും വസ്തുവിൻ്റെ പേരിൽ, വ്യക്തികളുടെ പേരിൽ, ഏതെങ്കിലും സമ്പത്തിൻ്റെ പേരിൽ തർക്കിക്കുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി കേസുകൾ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവരുടെ ഹൃദയം അലിയാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ, അവരുടെ ഹൃദയം ഉരുകാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ നശ്വരമായ ലോകത്തിന് വേണ്ടി അല്ല അധ്വാനിക്കേണ്ടത്. നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന അനശ്വരമായ ആത്മാവിനെ അനശ്വരതയിലെത്തിക്കാനുള്ള അധ്വാനമാണ് നടത്തേണ്ടതെന്നുള്ള ബോധ്യം അവർക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ, ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, അതിനൊക്കെ കാരണക്കാരായിരിക്കുന്ന വ്യക്തികളുണ്ട്. കർത്താവെ, അവർക്ക് മനസ്സിൽ അന്തരം നൽകണമേ, മാനസാന്തരം നൽകണമേ, മാറ്റം നൽകണമേ, അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങൾക്കെതിരെ ചെയ്ത തെറ്റുകൾ ഞങ്ങൾ അവരോട് ക്ഷമിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങൾ അവരോടും ക്ഷമിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. സാമ്പത്തിക മേഖലയിൽ മറ്റുള്ളവരുമായിട്ട് തർക്കത്തിലുള്ളവർ, കേസുകളെ വ്യവഹാരങ്ങളുള്ളവർ, അവരെല്ലാവരെയും ഇപ്പോൾ ഈ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ആരാധനയുടെ സമയത്ത് തീരട്ടെ. ഈ ആരാധനയുടെ സമയത്ത് ഈ വചനം കേട്ട് തീരട്ടെ. സാമ്പത്തികമല്ല, ഈ ലോകത്തിലെ സമ്പത്തല്ല പ്രധാനപ്പെട്ടതെന്നുള്ള ബോധ്യം അവർക്ക് ലഭിക്കട്ടെ. കർത്താവെ, അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, വളരെ ശക്തമായിട്ട് ജാഗരൂകരായിരിക്കുവിൻ, സമ്പത്തുകളല്ല മനുഷ്യജീവിതം ധന്യമാകുന്നത് എന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവെ, പകരം ഞങ്ങൾ പുണ്യം ചെയ്ത് ജീവിക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിച്ച്, സഹോദരങ്ങളെ സ്നേഹിച്ച്, പങ്കുവെച്ച് ജീവിക്കുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതം ധന്യമാകുന്നെന്നുള്ള ബോധ്യം കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ. അതിനാവശ്യമായ പരിശുദ്ധാത്മ അഭിഷേകം ഈ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വ്യക്തികൾ ഇപ്പോൾ സാമ്പത്തിക, അതായത് സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ പരസ്പരം സംസാരിക്കാതിരിക്കുന്ന കുടുംബങ്ങളോ, സ്വത്ത് തർക്കം തീരാത്ത വിധത്തിൽ ഇപ്പോഴും മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളോ, ഏതെങ്കിലും കേസുകളോ വ്യവഹാരങ്ങളോ ഉള്ള സ്ഥലങ്ങൾ, അത് കൊടുത്തിരിക്കുന്ന വ്യക്തികൾ, അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് വിശ്വസിക്കുക. ദൈവത്തിന് സാധ്യമാണ്. ആ കേസുകളെല്ലാം അവസാനിക്കട്ടെ. കരുണവാനും നല്ലവനുമായ ദൈവമേ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുമെന്ന് അടിച്ചതുകൊണ്ട് മത്തായി 18:18 പത്രോസിന് നൽകിയ അധികാരത്തോട് ചേർന്ന്, പരിശുദ്ധ സിംഹാസനത്തോട് ചേർന്ന്, സഭയിലെ എല്ലാ മെത്രാന്മാരോടും ചേർന്ന് ഈ മക്കളുടെ മേലുള്ള കേസുകൾ, വ്യവഹാരങ്ങൾ, മറ്റുള്ളവരിലൂടെ കടന്നു വന്നിരിക്കുന്ന ഏതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങൾ, അങ്ങനെയുള്ള എല്ലാ മേഖലകളും കർത്താവെ ഇപ്പോൾ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ കേസിൻ്റെ കെട്ടുകളും അഴിയട്ടെ, എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ ബന്ധനങ്ങളും തകരട്ടെ. ഈശോയുടെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എല്ലാ സ്ഥലസംബന്ധമായ പ്രശ്നങ്ങളുടെ മേലും ഇപ്പോൾ തന്നെ യേശുനാമത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഏതൊക്കെ വ്യക്തികളോടാണ് സാമ്പത്തിക മേഖലയിലെ ബുദ്ധിമുട്ട് മൂലം ക്ഷമിക്കാനുള്ളത്? ഒരുപക്ഷെ നിൻ്റെ മാതാപിതാക്കളായിരിക്കാം, നിൻ്റെ സഹോദരങ്ങളായിരിക്കാം, നിൻ്റെ മക്കളായിരിക്കാം, അയൽവക്കംകാരായിരിക്കാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളായിരിക്കാം. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ക്ഷമിച്ചു പ്രാർത്ഥിക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷണവും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക, അതുവഴി നീ അവൻ്റെ തലയിൽ തീക്കനൽ കൂന കൂട്ടുന്നു. പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് കർത്താവിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. ഞാൻ പ്രതികാരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുക. തിന്മയെ നന്മ കൊണ്ട് നേരിടുക. ഒരിക്കലും തിന്മയെ തിന്മ കൊണ്ട് നേരിടരുത്. ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈശോയെ, ആ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. കർത്താവെ, മാനസാന്തരവും മാറ്റവും ഉണ്ടാകട്ടെ. ഇവരുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ്.
നമ്മൾ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ സ്ഥലവുമായി ബന്ധപ്പെട്ടതായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ, കണ്ണുനീരുകൾ ഒക്കെയുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ ഈ നിമിഷം ആ സ്ഥലത്തേക്ക് ഈശോയുടെ ആശീർവാദം കടന്നു ചെല്ലുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാൻ